ആ പറ കഥ പറ കേക്കട്ടെ. ഞാൻ എന്തിനാ നിന്റെ കഥ കേൾക്കുന്നത്? നിന്റെ കഥ, നിന്റെ ജീവിത കഥ. ഇതെന്തിനാ നമ്മള് കേൾക്കുന്നത്? നിന്റെ കഥ. എന്റെ കഥ എന്ത്? നിന്റെ കഥ പറ. ഞാനിപ്പോ PG പഠിക്കുന്നു, പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റി പഠിക്കുന്നു. എന്റെ കഥയല്ല എല്ലാവർക്കും അറിയാം. എന്നാലും പറ. കഥ പറയല. ഇത് സംഭവം കഥ പറയുന്നത് എന്തിനാ? അവിടെ എല്ലാവർക്കും ഇത് ലൈവ് ആണെന്നവർക്ക് ഇവൻക്ക് പറ്റി ഒന്നും അറിയില്ല. എന്നാ എന്നെ കുറിച്ചുള്ള കഥ ആർക്ക് കേൾക്കണം? എന്റെ അങ്ങനെ പ്രത്യേകിച്ച് വല്ല കഥയൊന്നും ഇല്ല പറയാൻ വേണ്ടിട്ട്. എന്റെ കഥ എന്ന് പറഞ്ഞ ഒരു 10-14 വയസ്സ് എനിക്ക് ബുദ്ധി വെക്കുമ്പോക്ക് ഞാൻ പൊട്ടരെ പരിചയപ്പെട്ടു. പിന്നെ ആ കഥയും ബോധം ഇല്ലാത്ത ഒരുത്തനായി പോയി. പിന്നെ എന്റെ ജീവിതം ഇങ്ങനെ തന്നെ ആയിരുന്നു. പിന്നെ കുറച്ചു കാലം മുമ്പ് ഞാൻ ദുബൈയിൽ പോയിട്ട് ആടെ കുറച്ചു കാലം പണിയെടുത്തു. ആടെ കുറച്ചു കാലം പണിയെടുത്തു. ശമ്പളം ഉണ്ടായിരുന്നു, പക്ഷെ സന്തോഷം ഉണ്ടായില്ല. ശമ്പളം കൂടുതലായിരുന്നു, സന്തോഷം കുറവായിരുന്നു. അപ്പൊ നീ വിളിച്ചത്. അപ്പൊ നീ അത് വിളിച്ചിട്ട് പറഞ്ഞു. ഒന്നാമത്തെ കാര്യം, ഞാൻ ഇവനെ വിളിച്ചിട്ടില്ല. ഞാൻ ഒരു കാര്യം പറ്റ, നാളെ നീ നിന്റെ ജീവിതം പോയിട്ട് നീ എന്നെ പറയും ഞാൻ വിളിച്ചത്. ഞാൻ നിന്നെ വിളിച്ചില്ല. നിനക്ക് 2 ലക്ഷം രൂപ ശമ്പളമുള്ള ജോലി ഉണ്ടായിട്ട്. അടെ ഇവന് CA ആണ്, ഇവൻ ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആണ്. ഇവൻ അക്കൗണ്ടന്റ് പണിയും കളഞ്ഞിട്ട് 2 ലക്ഷം റുപ്യ ശമ്പളമുള്ള പണിയും കളഞ്ഞിട്ട് ഇവർ ഇവിടെ വന്നിട്ട് കോമാളിത്തരം കാണിക്കുന്നത്. അവസാനം ഇവനൊരു പെണ്ണുപോലും കെട്ടാൻ കഴിയാണ്ട് ഇവന്റെ ജീവിതം തൊലഞ്ഞു കഴിഞ്ഞാൽ ഇവൻ എന്നെ പറയും. ഞാൻ ഒരിക്കലും നിന്നെ ഇങ്ങോട്ട് വിളിച്ചിട്ടില്ല. ഞാൻ നിന്നോട് പറഞ്ഞത് ആടുന്ന് പണിയെടുത്ത് പൈസ ഉണ്ടാക്കടാന്നാ ഞാൻ പറഞ്ഞത്. ഒരിക്കലും നിന്നെ ഞാൻ കുറ്റമൊന്നും പറയും. ഇത് എന്റെ തന്നെ തീരുമാനം. നിന്നെ ഞാൻ കുറ്റമൊന്നും പറയില്ല. അപ്പൊ സന്തോഷം കുറവായിരുന്നു, അതുകൊണ്ട് ഞാൻ നിന്റെ അടുത്തേക്ക് വന്നു. ഇപ്പൊ സന്തോഷമുണ്ടോ? ഇപ്പൊ നല്ല സന്തോഷമുണ്ട്. മാറി നിന്നൊക്കെ വേണ്ടടാ. മൊത്തം എല്ലാം നിന്റെ കഥക്ക് മൊത്തല്ലേ ബാബാ. വേറെ അതിലൊരു കഥയും ബോധം ഇല്ലാത്തവരാ. അതിന്റെ കഥ പറ. എന്ത് ചോദിക്കാനൊന്നും പറ്റില്ല. നീ പറയണം. നിന്നെ അറിയാത്ത ആൾക്കാർ, പുതിയ ആൾക്കാരുണ്ട്, അവരോട് പറയണം. അല്ലെങ്കിൽ പുതിയ ചെക്കനല്ലേ ഓനെല്ലാം അറിയാൻ പറ്റും. നിന്റെ കഥ പറയണം. ഞാൻ ലുഡോ കളിച്ച് ക്യാഷ് നേടി. അതുപോലെ പറഞ്ഞല്ലേ, എന്റെ പേര് ആദിൽ, ഞാൻ ലുഡോ കളിച്ച് പൈസ പറ. എന്റെ പേര് ആദിലാണ്. കഴിഞ്ഞ ഇത്രേ ഉള്ളൂ. പ്ലസ് 1 കഴിഞ്ഞ് +2 പഠിക്കുന്നത്. വീട് കണ്ണൂര് കടലായി വലിയ ടൗണാ. ലവറിനെ കുറിച്ച് പറ. ആദിലിന്റെ ലവറിനെ തപ്പുന്നുണ്ട്. ഒരു ലവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അതെല്ലാം വായോർന്ന് പറയും. കള്ളം. പിന്നെ അതിനെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടാണെങ്കിൽ +1 കഴിഞ്ഞ് +2 എന്ന് പറയുന്നേ ഉള്ളൂ. ഇവൻ ഒരു ക്ലാസ്സിന് പോലും പോവില്ല. ഇടയ്ക്ക് എപ്പോഴെങ്കിലും ഒരു ക്ലാസ്സിന് പോയിട്ട് വരും. ഇങ്ങനെ കൈക്കൂലി കൊടുത്ത് ഒതുക്കലാണ് ഇവന്റെ മെയിൻ പരിപാടി. സ്കൂളിൽ കൈക്കൂലി കൊടുത്ത് ഒതുക്കുന്ന പരിപാടികൾ ഇവനുണ്ട്. സംശയമുണ്ട്. പിന്നെന്താ, എൻ്റെ ഒരു വളരെ വളരെ അകന്ന ഒരു കുടുംബമാണ്. പക്ഷെ പറയുമ്പോൾ ഞാൻ എൻ്റെ അനിയൻ എന്ന് പറയും. പക്ഷെ എൻ്റെ ഒരു ഫാമിലി ഫ്രണ്ട്, കസിൻ ടൈപ്പ് ഷിറ്റ്. അപ്പം മോം സ്റ്റോറി എന്ന് പറഞ്ഞാൽ ആരും മോം സ്റ്റോറിയാ? നിന്റെ മോം സ്റ്റോറിയാ? ആരോ മോം സ്റ്റോറിയാ? പിന്നെ അതിലെ സ്റ്റോറി പറയണ്ട. അതിലെ മോം സ്റ്റോറിയാന്ന് തോന്നുന്നു. ഞാൻ പറയണോ? അല്ല, ഞാൻ പറയുന്നത് ശരിയല്ലോ. വേണ്ട. അല്ല, നിന്റെ ജീവിതം ഞാൻ പറയുന്നത് ശരിയല്ല. നീ പറയണോ? ഇത്രേ ഉള്ളൂ. അടുത്താള് പറ. ആദിലിന്റെ ഫാദറിനെ കുറിച്ച് പറ. നീ നിന്റെ ജീവിതം അതാ പറയുമ്പോ പറയണം. എന്റെ പേര് ആദില്. ഉമ്മാന്റെ പേര് ഷാഹിന. ഉപ്പാന്റെ പേര് ഷൗക്കത്ത്. ഒരു അനിയത്തിയുണ്ട്. 4 ആൾക്കാരാണ്. ഉപ്പ ഇപ്പൊ ഇല്ല. ഉപ്പ കൊറേ ഒഴിവാക്കി പോയി.
മമ്മൂന്റെ സെയിം ഇതാണ് കേട്ടോ, ഇവന്റെ സെയിം, മമ്മൂന്റെ ഇവന്റെ ഏകദേശം സെയിം സ്റ്റോറി ആണ് കേട്ടോ. എത്രാമത്തെ വയസ്സിലാ? വയസ്സ് നമുക്ക് കൊറേ 8-9 കൊല്ലായി. നിനക്ക് എത്രാമത്തെ വയസ്സാന്ന് ഓർമ്മയില്ല? നിനക്ക് ഓർമ്മ ഉണ്ടോ? മുഖം ഓർമ്മ ഉണ്ടോ? മുഖം ചെറുതായിട്ടുള്ള ഓർമ്മയില്ല, നല്ലതായിട്ട് ഓർമ്മ ഉണ്ടോ? അപ്പൊ എത്രാമത്തെ വയസ്സായിരിക്കും നിന്റെ? 10 വയസ്സായിരിക്കും. 10 വയസ്സ്. 10 വയസ്സ് എന്ന് പറഞ്ഞാൽ 2 കൊല്ലം മുമ്പല്ലേ? 10 വയസ്സായിരിക്കൂല. അതായത് എനിക്ക് 8 വയസ്സുള്ളപ്പോ ആയിരിക്കും മിക്കവാറും. എന്റെ ഒരു ഇത് ശരിയാണെങ്കിൽ 8 or 7 വയസ്സുള്ളപ്പോ ആയിരിക്കും. മമ്മൂന് എത്രാമത്തെ വയസ്സിൽ ഉപ്പ പോയേ? ഇവർ രണ്ടാളും സെയിം സ്റ്റോറി അല്ലേ? അല്ല അടുത്ത ആളെ സ്റ്റോറി മുനുവിന്റെ സ്റ്റോറി. എല്ലാവർക്കും അറിയാം. റാംബോ ബ്രേസർ ഇടോന്ന് എന്റെ സ്റ്റോറി പറഞ്ഞു. ഷമീറിന്റെ സ്റ്റോറി പറഞ്ഞു, മുനുവിന്റെ സ്റ്റോറി. ഓക്കെ, മുനു പറ. ഓ, മുനു പറയുന്നുണ്ട് ആൾക്കാർ. മുനു പറ. ചോദിക്കാനാ? എടാ പെട്ടെന്ന് പറഞ്ഞിട്ട് പോടാ, എണീച്ച് ടർക്കിക്ക് പോയി. നിന്റെ മോന്ത ഒരു ടർക്കി ഇങ്ങനെ നിക്കുന്ന പോലെ നീ ഉള്ളത്. പറ അങ്ങോട്ട്. അല്ല മൊത്തത്തിലുള്ള സ്റ്റോറി. എന്തൊക്കെ കൂടിട്ട് പറ. ശ്രേയ ഗെയിമിംഗ് റോഡ് ടു 10K നോക്കട്ടെ. നമ്മളാദ്യം കാണുന്നത് തട്ടട നമ്മൾ ആദ്യം ആദ്യം പരിചയത് ഷമീറിന്റെ വീട്ടില് പെയിന്റിന്റെ പണിക്ക് പോയപ്പോ ഫുഡ് അടിക്കാൻ നിന്റെ തട്ടുകടയില്. അങ്ങനെയാണ് അങ്ങനെ എന്നെ പരിചയപ്പെട്ടല്ലേ. നീ നിന്റെ കഥ പറയണ്ടേ, ജീവിത കഥ പറയണ്ടേ. എൽ സ്റ്റോറി എന്ന് പറയുന്ന ആൾക്കാർ എല്ലാന്ന് വരുന്ന ഒരു പെട്ടെന്ന് കഥ പറഞ്ഞ് തീർത്ത അടുത്താക്ക് സ്ഥലം കൊടുക്കും. എനിക്ക് മനസ്സിലായില്ലേ? ഇവൻ തട്ടാന്ന്, ഇവ ആളൊരു തട്ടാന്ന്, ഇവൻ മൊത്തത്തിൽ ഇവൻ സ്റ്റാൻഡേർഡ് കളിക്കുന്നത്, ഇവരാളൊരു തട്ടാന്ന്. എടാ ഈ തട്ട് മുനു, ഈ മുട്ട മുനു മോഡലിങ്ങിന് ഇറങ്ങിയിട്ട് ആൾക്കാർ ഇപ്പൊ മുനു മോഡലിനെ വിളിക്കും. Speaker's Nest channel on your Nokuo, please. സൽമാൻ എന്തോ പറയാണ്ട്. ആ പറ. ഒരു മോഡലിന് ഏറ്റവും ഒരു ഐക്കോണിക് ആയിട്ടുള്ളത് ഹൈ ആണ്. വേറെന്താ പറയാനുള്ള മുന്നിനോട്? വേറെന്ത് മുന്നു എങ്ങനെ പരിചയപ്പെട്ടവരാ? അല്ല മുന്നിനോട് എന്ത് വേറെന്താ പറയാനുണ്ടല്ലോ? മുന്നുവിന്റെ ഫോട്ടോ കാണലുണ്ടല്ലോ മോഡലിങ്ങിന്റെ. എന്ത് തോന്നി ഫോട്ടോ കണ്ട? എന്താ തോന്നിയ മുന്നിന്റെ? മനസ്സിലുള്ള പറ. എന്താ തോന്നിയ മുന്നിന്റെ ഫോട്ടോ കണ്ടപ്പോ? പറ. മുന്നിന്റെ ഫോട്ടോ കണ്ടപ്പോ എന്താ തോന്നിയത്? ഒന്നും തോന്നിയില്ല. എന്നാലും ഫസ്റ്റ് കണ്ടപ്പോ എന്താ തോന്നിയത് മുന്നിനോ? എനക്ക് മുന്നിനെ അറിയാലോ, അതിന്റെ ഫ്രണ്ടാണെന്ന്. അപ്പൊ അങ്ങനെ തോന്നി. അല്ലാണ്ട് ഫസ്റ്റ് കണ്ടപ്പോ എന്താ തോന്നിയത്? കണ്ടപ്പോ ഒന്നും തോന്നിയിരുന്നില്ല. കണ്ടപ്പോ എന്താ തോന്നണ്ടി? ഇല്ല, ഒന്നും കിട്ടുന്നില്ല. ഓക്കെ, ആ മുന്നു ബാക്കി കഥ പറ. എന്തിനാണ് ഈ മുന്നു മോഡലിന്റെ കഥ നമ്മള് കേൾക്കുന്നത്? ഇവന്റെ തീട്ടക്കഥ. ആ പറ. നിന്റെ പരിചയപ്പെട്ട് ഇതന്നെല്ലാം കഴിഞ്ഞ അരമണിക്കൂർ 10 പ്രാവശ്യം പറഞ്ഞ്. അല്ല പറയട്ടെ, തീർക്ക്. പണിക്കാരനായിരുന്നു നീ. അത് ഇന്ന് ഇന്നലെത്തി അവിടെ അഭിമാനം. ഞാൻ മറന്നുപോയി. എന്റെ തട്ടകളിൽ മുട്ടുമുട്ട് അടിച്ചേ. അത് ഞാൻ മറന്നു. ഞാൻ ഇവന്റെ പണിക്കാരനായിരുന്നു. ചായ അടിക്കലല്ലേ എന്റെ വീടില് ഫ്രീസറിൽ നീ എന്റെ പണിക്കാരനായിരുന്നേ. നീ നിന്റെ കഥ തീർക്ക്. നീ എന്നെ കുറിച്ച് പറയണ്ട, നിന്റെ കഥ പറഞ്ഞു പോടാ. മാറി, നിനക്ക് കഥയില്ലടാ. നിനക്ക് കഥയില്ല പോലെ. പുട്ടുപുട്ടടിക്കുന്നത് മെയിൻ ആയിട്ടുള്ള പണി. എന്റെ പണി അതായിരുന്നു. പിന്നെ ഇത് ഇവന്റെ കൂടെ ഇങ്ങോട്ട് വന്നാൽ ഇപ്പൊ മോഡലിംഗിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. പോരെ, നല്ല കഥ, അടിപൊളി കഥ കേട്ടോ. എൽ കഥ പറ മുനു. അല്ല മമ്മു. അല്ലാ ഇതെന്തിനീ കഥ പറയാ? സ്റ്റോറി അല്ല, നമ്മ ആരെ പിടിച്ചിരുത്തിയത്? ഇവര് വെല്ലം ബുദ്ധിങ്ങിയല്ലേ ഇവൻ. ആ പറ. എന്റെ പേര് മമ്മു. നിന്റെ കണ്ടാ അറിയാം നിന്റെ പേര്. പറ പറ.
ഞാനും നീ അതിനെ പോലെ തന്നെ കോഴിപ്പണിക്ക് പോയിട്ടുണ്ട്. അതേപോലെ എന്താണ് കൊറേ പണിക്ക് പോയിട്ടുണ്ട്. ഓർത്തെടുക്കാൻ പാടാം. അല്ല കല്ലിന്റെ എന്തായാലും നിന്നെക്കാൾ കൂടുതൽ ഞാൻ പണിക്ക് പോയിട്ടുണ്ട് പോലെ. പോയിട്ടുണ്ടാവും. അല്ല 2-3 ഒന്നല്ല. നീ ഒരു 10 മണിക്ക് പോയിട്ടുണ്ടെങ്കിൽ ഞാൻ ഒരു 20 മണിക്ക് പോയിട്ടുണ്ട്. അതറിയില്ല. പറ. പിന്നെ ഞാൻ ഇങ്ങനെ ഡിസ്കോഡില് വീഡിയോ ഇട്ടല്ലേ? വീഡിയോ ഞാൻ ഡിസ്കോഡ് റിയാക്ട് ചെയ്തോണ്ടിരിക്കുമ്പോ ഒരു ദിവസം മമ്മൂന്റെ വീഡിയോ നിയാദ് വിളിച്ചേ ഓർമ്മ ഞാൻ ഇക്കാക്കാതാണ് ആദ്യം വിളിക്കുന്നത്. നാറി ഇപ്പൊ നീ എന്താടാ അറാൻ പറഞ്ഞിന്? നീ എന്താ ആദ്യം എന്നെ വിളിച്ചോണ്ടിരുന്നത്? നാണം. ഇപ്പൊ അങ്ങനെ വിളിക്കാനില്ല. ഇപ്പൊ ഇവൻ വിളിക്കാനില്ല. ഒന്ന് ഇക്കാക്കാന്ന് വിളിച്ച ഒന്ന് നീ ഒന്ന് ഇക്കാക്കാന്ന് വിളി. വലിയ സുഖമൊന്നുമില്ല. പറ കഥ പറഞ്ഞു തീർക്ക്. പിന്നെ ജ്യൂസ് അടിക്കാണോ അല്ല SJP CA ആണോന്ന് ഇത് ആർക്കും വിശ്വാസമില്ല. SJP CA model. എടാ നിന്നെ കണ്ട ആരും പറയില്ലടാ. നീ അക്കൗണ്ടന്റ് നിന്നെ കണ്ടാ പറയില്ല. ലുക്കിലല്ല മക്കളെ, വർക്കിലാണ് കാര്യം. എന്നിട്ട് ഷെഫായിട്ടല്ലേ ഞാൻ വന്നത്. ഷെഫായിട്ട് അപ്പാടും വിളിച്ച് പിറ്റേന്ന് തന്നെ പോയി. അപ്പാടാ ട്രെയിനും കയറി ടിക്കറ്റ് എടുക്കാനാ ഞാൻ വന്നത്. കാരണം നീ ആൾക്കാരെ കാണാനുള്ള അത്രയും. എന്നിട്ട് അവിടെ എത്തി. ചെയ്യുന്നത് വർത്താനത്തിനെക്കാട്ടി കൂടുതൽ ഇതാണ്. എടാ കഥ പറയുന്നുണ്ട്. കഥ പറഞ്ഞല്ല. അവിടെ എത്തി. പിന്നെ ഞാൻ 2 ദിവസം ഫുഡ് കഴിച്ചിരുന്നല്ല. ഫുഡ് കഴിക്കാനാ നിന്റെ കഥയൊന്നും പറയാണ്ടിരിക്കുന്ന അതിന് ശേഷമുള്ള കഥയൊന്നും ഞാൻ ഇവിടെ പറയാണ്ടിരിക്കുന്ന നല്ലത്. നാറി അത് ആലോചിക്കുമ്പോ നിന്റെ തലയടിച്ച് പൊട്ടിക്കാനൊക്കെ തോന്നുന്നു കേട്ടാ. 2 ദിവസം ചായ വെച്ചിട്ടില്ലേ? റെസ്പെക്ട് ചെയ്യാൻ പറയുന്ന എല്ലാരും. SJP ഓറ SJP റെസ്പെക്റ്റാ. റെസ്പെക്ട് SJP CA ഒക്കെ ഒന്ന് ഇത്ര റെസ്പെക്ട് പോയടാ. അത്ര വലിയ നല്ല CA ഒന്നല്ല കേട്ടോ. അത്ര നല്ല എക്സ്പീരിയൻസിന്റെ CA തോണ്ടരുത്. നീ കയ്യൊന്നിട്ട് നൈസായിട്ട് ഒന്നെ ഇത് കരിയറിനെ ബാധിക്കുന്നുണ്ട്. ഇങ്ങനെ തോണ്ടല്ല. അത്ര നല്ല CA ഒന്നല്ലേ നീ. അത്ര നല്ല CA ആണെങ്കിൽ നിന്നെന്തുകൊണ്ട് ഞാൻ CA ആയിട്ട് എന്റെ CA നീ അല്ലല്ലോ. എന്തുകൊണ്ട് ബുദ്ധിയില്ല നീ പറയുന്നു. പക്ഷെ ലോകത്തിന് മൊത്തം അറിയാൻ ഞാൻ ബുദ്ധിമാനാണ്. അത്ര നല്ല CA ഒന്നല്ല. ഒരു അത്ര ഓറാന്ന് പറയില്ല. ഇതെനിക്ക് സഹിക്കുന്നില്ല. ഇതെന്താ റെസ്പെക്ട് എന്നാലും പറയുന്നല്ലാറോ. ഇവനൊരു ലോക്കൽ CA ആണ്. ഇതെന്താണ് എന്റെ CA ഇവനല്ല. ഇവൻ അത്ര നല്ല CA ആണെങ്കിൽ എടാ ഒരു CA എന്ന് പറഞ്ഞാൽ നമ്മളെ ഫൈനാൻഷ്യൽ കാര്യങ്ങളില് ഗതികോടൊന്നും എനിക്ക് വന്നിട്ടില്ല. എന്റെ CA ആരാന്ന് എനിക്കറിയോ? എന്റെ CA ആരാന്ന് എനിക്കറിയോ? CA ആരും ആയിരിക്കും. പക്ഷെ എടാ മോനെ നിന്റെ ഇത് നോക്കേണ്ട അവസ്ഥ എനിക്ക് വന്നിട്ടില്ല. ഈ CA എന്ന് പറഞ്ഞാൽ ഞാൻ അത്യാവശ്യം അവിടെ പണിയെടുത്ത് ക്യാഷ് എന്റെ കയ്യിലുണ്ട്. എനിക്ക് നിന്റെ CA ആയിട്ട് പണിയെടുക്കേണ്ട ആവശ്യമില്ല. ഞാൻ നിന്റെ കയ്യിൽ നിന്ന് 1 രൂപ വാങ്ങലുമില്ല. എന്താ പറയണ്ട. അത് കാര്യം ഇവിടെ എന്റെ പൈസ വാങ്ങാത്ത ഒരാള് അത് SJP ആണ്. കാര്യം സോറി ഞാൻ പറയുന്നത് വെച്ചാൽ നിന്റെ സ്റ്റോറി ഒന്നും ഇവിടെ ആയിരിക്കും കേൾക്കണ്ട. മാറി നീ എന്നെ പറ്റിച്ച സ്റ്റോറി അല്ലടാ. നിന്റെ കള്ളത്തരും പറ്റിപ്പും വെട്ടിപ്പും അല്ലടാ നിന്റെ സ്റ്റോറി. മട്ട മമ്മത് ഇതെന്താന്ന് ജപ്പാൻ ഞാൻ പറയുന്നില്ല. ഇല്ല പറയൂല. ബണ്ട് കുഴിച്ചു വെച്ചത് സ്റ്റോറി എന്നിട്ട് പറ കഴിഞ്ഞ എന്റെ സ്റ്റോറി. നിന്റെ ഈ മുതുങ്ങിയ സ്റ്റോറി അല്ലാണ്ട് എനിക്ക് വേറൊന്നും ഇല്ലടാ. 8 കളിയിലെടുത്ത് മാറ്റി അല്ല നീ കഴിഞ്ഞോ? ഇത്രേ ഉള്ളൂ നിന്റെ സ്റ്റോറി. നീ തിന്നാ ഫുഡെല്ലാം കഴിച്ചാ? ഇല്ല പിന്നെന്താ അതുമായിട്ട് ബന്ധപ്പെട്ടായിരിക്കും നിന്റെ കൂടുതൽ സ്റ്റോറിയോ. നീ ബളി ഇട്ടതായിട്ടുണ്ട്. ഓക്കെ അടുത്ത ആള് CA സ്റ്റോറി പറയുന്ന നിന്റെ CA സ്റ്റോറി പറയാൻ പറയുന്നത്. ഇവൻ ഒരു ലോക്കൽ CA ആണ്. നിങ്ങൾ ആലോചിക്കാം. ഞാൻ ഒറ്റ കാര്യം പറയാം. ഇവൻ അത്ര വലിയ CA ആണെങ്കിൽ ഞാൻ എന്റെ അത്രയും ആത്മാർത്ഥ സുഹൃത്താണ് ഇവൻ.
ഈ ഒരു CA എന്ന് പറഞ്ഞാൽ എന്താ, ഒരാളെ ഫൈനാൻഷ്യൽ കാര്യത്തിൽ അത്രയും ഡീപ്പ് സീക്രട്സ് അടക്കം, ഒരു കാര്യം പറയാം, ഡീപ്പ് സീക്രട്സ് അടക്കം ഒരു CAനോട് പറയണം അല്ലെ. അത്രയും വിശ്വാസമുള്ള ആളെ നമ്മൾ CA ആക്കും. എന്നിട്ട് ഞാൻ ഇവൻ എന്തുകൊണ്ട് CA ആക്കിയില്ല? അതെന്താ? നീ ഒരു മണ്ടനാത്, അതുകൊണ്ട് എടാ കണക്ക് കൂട്ടിയാ മതി, അതില് മണ്ടത്തര അത് കണക്ക് കൂട്ടൽ മാത്രമല്ല. പുറമേ ഞാൻ മണ്ടരാ, സംഭവം ശരിയാണ്, ഞങ്ങൾക്ക് മണ്ടത്തരങ്ങൾ ഉണ്ടില്ല എന്ന് ഞാൻ വാദിക്കുന്നില്ല. പക്ഷെ എൻ്റെ പ്രൊഫഷണലില് ഞാൻ ഒരിതും കാണിക്കില്ല, അത് 100% ഗ്യാരണ്ടിയാണ്. പിന്നെന്തുകൊണ്ട് ഞാൻ നിന്നെ CA ആക്കി എടുത്തില്ല? അതെന്താ, എനിക്ക് ഇഷ്ടല്ല നിന്റെ നിനക്ക് ഇഷ്ടമല്ലാത്തോണ്ടല്ല, എനക്ക് ഇഷ്ടമല്ല. എനക്ക് ഇങ്ങനത്തെ കാര്യങ്ങളിൽ പെർഫെക്ഷൻ ആവശ്യം. അങ്ങനത്തെ ഇതുണ്ട്. അപ്പൊ ഞാനാകുമ്പോ നമ്മളൊരു ഫ്രണ്ട്ഷിപ്പ് വൈബിൽ അങ്ങ് പോവുക, അപ്പൊ ഈ പണി നടക്കൂല. അതാ നിനക്ക് എന്നെ CA ആരാന്നറിയോ? എനിക്കറിയില്ല. മറ്റേ ഇവനല്ലേ, അബൈ പട്ടാമ്പി. മോനെ എന്റെ CA എന്ന് പറഞ്ഞ, അയ്യോ CAന്റെ പേര് പറയാൻ പറ്റുമോ? ഇല്ല പറയണ്ട പറയണ്ട പറയണ്ട. അല്ല അത് സീനൊന്നുമില്ല. മോനെ എന്റെ സീക്രട്സ് ഒന്നും പുറത്ത് പറയണെന്നാ പോരെ. അങ്ങനെ ഓൻ പറയൂലല്ലോ, അതുകൊണ്ടല്ലേ ഞാൻ ഓനെ തെരഞ്ഞെടുത്തത്. എന്റെ CA എന്ന് പറഞ്ഞാ ഓന് 5 ലക്ഷം ഫോളോവേഴ്സ് ആയിട്ട് ആയുടെ. ഇപ്പൊ ഓൻ ഭയങ്കര കയറിയല്ലോ. ഓൻ ആദ്യം എന്റെ CA ആയിട്ട് ഫസ്റ്റ് 2-3 വർഷം മുന്നേ. നീ ഫസ്റ്റ് കണ്ട? നീ ദുബായ് ഖത്തറിലേക്ക് പോകുമ്പോ ഓന് കൈമാറിയ. എന്നിട്ട് പിന്നെ ഇങ്ങനെ നീ ഇവനെ അല്ല നമ്മള് മീറ്റ് ചെയ്തല്ലോ അവിടുന്ന് മരടിൽ നിൽക്കുന്ന ടൈമല്ല, അതായത് ദുബൈയിൽ ഖത്തറിൽ പോകുന്നതിന് മുന്നേ ഒരു 2 മാസം മുമ്പ് 1 മാസം മുമ്പ്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ഇവനെന്ത് കാറ്റഗറി കയറി ആ സമയത്ത് ഇവന് 1000 ഫോളോവേഴ്സ് 2000 ഫോളോവേഴ്സ്. ഇപ്പൊ 500K 400K 500K ഫോളോവേഴ്സ് ആയി എനിക്ക്. അത് ഭയങ്കര ഒരു കാര്യം പറയലാം. അബൈ പട്ടാമ്പി CA ഓൻ തന്നെ ഓ മോനെ പക്ക പെർഫെക്റ്റ് ആളാ കേട്ടോ, കാര്യം പറയലാം. ശരിയായ CA. ഇതുവരെ ഞാൻ എൻ്റെ അത്രയും ആത്മാർത്ഥ സുഹൃത്തായിട്ട് എടുത്താൽ CA ആയിട്ട് ഉണ്ടായിട്ട് പോലും ഞാൻ അബൈനെ ഏൽപ്പിച്ചതെന്ന് വെച്ചാൽ ഓൻ്റെ പെർഫെക്ഷനാണ്. ഇവനൊരു മണ്ടനാണ്, ഇവനൊരു മരമണ്ടനാണ്. ഇവന് ഒരു കാര്യം പോലും ഓർമ്മയിൽ പോലും നിൽക്കൂല. ഇപ്പൊ തന്നെ ഇവൻ എൻ്റെ CA ആരാന്ന് പോലും ഓർമ്മയില്ല. ഇവൻ പണ്ട് കണ്ടതാ, മീറ്റ് ചെയ്ത ആളെ ഇവന് ഓർമ്മയില്ല. ഈ ഓർമ്മശക്തി ഇല്ലാത്ത ആൾക്കാരാണ്. ഈ ഓർമ്മശക്തി ഇല്ലാത്ത ആളാ. എടാ നാറി, ആരാന്നത്? എനിക്ക് റൈഡ് തരോ? 253 സബ്. ഓക്കെ 250 സബ്ബേ ഉള്ളൂ. എനിക്ക് നമുക്ക് റൈഡ് കൊടുക്കാം. അതൊന്ന് ഓർമ്മിക്കാം. ടാക്സ് പ്രോ അബൈ. ടാക്സ് പ്രോ അബൈ തന്നെ. ടാക്സ് പ്രോ അബൈ എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ബെസ്റ്റ് CA. ഞാൻ കാര്യം പറയില്ല, ബെസ്റ്റ് CA. എന്റെ എന്താ കഥ? എന്റെ ഒരു പാട്ട് ഇടുന്ന പാട്ട് ഇടണോ? ബാക്ക്ഗ്രൗണ്ട് സോങ് വേണോ? കഥ പറയാൻ അങ്ങനത്തെ ഒന്നുമില്ല. എന്റെ എന്താ, എന്റെ ഇവിടെ വരുന്നവരല്ലേ. ഞാന് പിന്നെ 5ാം ക്ലാസ്സിൽ പഠിക്കാൻ പോയി. പുറത്താ പഠിക്കുക, കോളേജിൽ പഠിച്ചു. പിന്നെ ഡിഗ്രി വരെ കോളേജിലാണ്ടായി. അപ്പൊ മാസത്തിൽ ഏകദേശം 3 ദിവസമൊക്കെ ലീവ് ഉണ്ടാവും. അപ്പൊ അങ്ങനെ നാട്ടിൽ വരും. അപ്പോ കോളേജിൽ പഠിച്ചോണ്ട് തന്നെ കേരളത്തിലെ ആടിയൊക്കെ കുറെ ഫ്രണ്ട്സ് ഉണ്ട്. നാട്ടില് ഫ്രണ്ട്സ് കുറവാ. അങ്ങനെ ഡിഗ്രി എല്ലാം കഴിഞ്ഞ് കൊറോണ സമയത്തെല്ലാം കഴിഞ്ഞ് പിന്നെ നാട്ടിലെത്തി പിന്നെ നാട്ടിൽ പിന്നെ അങ്ങനെ ഫ്രണ്ട്സ് ഇല്ല. കുണ്ടൻ സ്റ്റോറി മഴവിൽ സ്റ്റോറി നീ ട്രാൻസ് ആയ സ്റ്റോറിയാ പറയുന്നത്. ഇത് നിന്റെ നീ വന്നോ, നീ ഇരുന്നോടുകൂടി ചാറ്റ് ആയിട്ട് നോക്കിയാ പറയുന്നേ. പിന്നെ ഞാൻ പറഞ്ഞിട്ട് വേഗം പോവാ, എന്നാ ഇത് അധികം കേൾക്കണ്ടല്ലോ. പിന്നെ അപ്പൊ എന്താ വെച്ചാല്, പിന്നെ ഡിഗ്രി കഴിഞ്ഞ് നാട്ടിലെത്തി പിന്നെ 2-3 കൊല്ലം പിന്നെ കുറച്ചെന്തല്ലോ പരിപാടികള്, തട്ടാട, പിന്നെ അതേപോലെ തന്നെ കാറ്ററിങ്, അങ്ങനത്തെ എല്ലാം ആയിട്ട് പോയി. കാരണം സാഹചര്യം കൊണ്ടൊക്കെ എങ്ങനെ ഇതാക്കണ്ടേ. യൂട്യൂബ് ആദ്യമേ തുടങ്ങി വെച്ചിരുന്നു, എന്തെങ്കിലും പച്ച പിടിക്കുന്ന വിചാരിച്ചാൽ അത് നടന്നില്ല. അപ്പൊ അതിന്റെ ഇടയിൽ കൂടി ഇങ്ങനത്തെ പരിപാടിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ പോകും. കാറ്ററിങ്ങിന് പോകും, പിന്നെ തട്ടടയിൽ ഇതാക്കും. അങ്ങനെയാണ് കുറച്ച് ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാനൊക്കെ മനസ്സിലായത്. അപ്പോ എന്തായാലും പഠിച്ചത് കൊണ്ട് എവിടെ എത്തൂല എന്നുള്ളൊരു കാര്യം മനസ്സിലായി. അപ്പൊ അതുകൊണ്ട് എന്തെങ്കിലും ഈ 9 to 5 ജോബിനൊന്നും താല്പര്യമില്ല. ബിസിനസ് പരിപാടി പഠിച്ചോണ്ടൊന്നും കാര്യമില്ല എന്ന് മനസ്സിലായ നീ എന്തിനു കൊറേ പഠിച്ചു? അല്ല, ഇത് കഴിഞ്ഞാണല്ലോ നമുക്കൊരു ബോധം വരിക. പിന്നെ മനസ്സിലാക്കിട്ട് എന്താ കാര്യം?
അപ്പത്തേക്ക് അങ്ങനെ ഉണ്ടാവുക. കുറെ ആൾക്കാർക്ക് അങ്ങനെ തന്നെയാണ്. അല്ല ഞാൻ പറയുന്ന വെച്ചാൽ നീ ഇതെന്തോ ലക്കിന് ഇവിടെ എത്തിപ്പെട്ടതാ. നീ ഇവിടെ എത്തിപ്പെട്ടില്ലെങ്കിൽ നിന്റെ പഠിത്തം കൊണ്ട് മാത്രമേ നിനക്ക് മുന്നോട്ട് പോകാൻ പറ്റുമായിരുന്നുള്ളൂ അല്ലെ? അല്ലെ? അപ്പൊ പിന്നെ പഠിത്തം കൊണ്ടൊന്നും കാര്യമില്ല എന്ന് പറയരുത്. അങ്ങനെയല്ല. ടിൻസ് ശരി, താങ്ക് യു ഫോർ ദ 5 pounds. പെണ്ണ ടിൻസ് ബ്രോ ആണല്ലേ? ടിൻസ് ശരി, താങ്ക് യു ഫോർ ദ 5 pounds ബ്രദർ. ആ പറ. പഠിക്കുന്ന സമയത്ത് ഫസ്റ്റ് ബെഞ്ചിലുള്ള കുറെ ആൾക്കാർ ശ്രദ്ധിച്ചു ജീവിതത്തിൽ എവിടെ എത്തിയിട്ടുണ്ടാവില്ല അവര്. അങ്ങനെ അങ്ങനത്തെ കുറെ സംഭവങ്ങൾ ഉണ്ട്. കാരണം അതെല്ലാം മറ്റേ ഇതില് വരുന്നത്, അതിലും ട്രോളില് വരുന്നത്, അതിലൊന്നും റിയൽ ലൈഫിൽ അങ്ങനത്തെ ഒന്നല്ല. എന്നാലും അതിനെ കൊണ്ട് വലിയ കാര്യം എനിക്ക് തോന്നുന്നില്ല. അപ്പൊ അതെല്ലാം കഴിഞ്ഞ് പിന്നെ അങ്ങനെ പരിപാടിയും കാര്യങ്ങളൊക്കെ ആയിട്ട് കാറ്ററിംഗും തട്ടുകടയിലും ഫുഡടിയും പരിപാടിയും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുന്നത്. അപ്പൊ അതിന്റെ ഇടയിൽ എനിക്ക് എങ്ങനെയെങ്കിലും ഒരു സോഷ്യൽ മീഡിയയിൽ ഒരു ഇത് ഉണ്ടാക്കണം. അപ്പൊ അങ്ങനെ പിന്നെ ഓൾറെഡി അറിയാലോ, പിന്നെ നിന്റെ ലൈവ് കാര്യം സ്ഥിരമായിട്ട് കാണലുണ്ട്. അങ്ങനെയാണ് ഒരു കുക്കിന് ആവശ്യമുണ്ട് എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ അങ്ങനെ ഉണ്ട്. അപ്പൊ തന്നെ ഞാൻ എന്താക്കി, ഒരു ഫുഡ് ഉണ്ടാക്കുന്ന വീഡിയോ ഇട്ടിട്ട് ഞാൻ ഇട്ട്. അപ്പൊ അങ്ങനെ അത് കേറി അങ്ങനെ ഇഴത്തി കുഴപ്പമില്ലാത്ത രീതിയിൽ അങ്ങനെ പോയി. അത്ര എന്താ എന്താ കയ്യിലേ. പിന്നെ ഈടെത്തിയ ബാക്കിയുള്ള കഥ എല്ലാവർക്കും അറിയാലോ. ഈടെത്തി ഫസ്റ്റ് ദിവസം തന്നെ ജീവിതത്തിൽ ഒരിക്കലും എന്താ പറയാ സന്തോഷമുള്ളൊരു ദിവസമായിരുന്നു. കാരണം ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടി. സെയിം ദിവസം തന്നെ എൻ്റെ വല്യമ്മ മരണപ്പെടുന്നത്. അപ്പോൾ അന്ന് തന്നെ ഒന്നും, അതായത് നമ്മള് വേറെ ആരെങ്കിലും നമുക്കറിയാം. പിന്നെ നാട്ടിലേക്ക് അന്ന് തന്നെ ഇവരെല്ലാവരും എൻ്റെ ഒപ്പം വരുന്നത്. അപ്പൊ അന്നൊരു കാര്യം തീരുമാനിച്ച എന്തായാലും ഒപ്പം നിൽക്കുന്നതാണ്. അപ്പൊ എന്നെ കൊണ്ട് അന്ന് മുതൽ ഇന്ന് വരെ ഞാനിവിടെ ഹാപ്പിയാണ് എല്ലാം കൊണ്ടും. അത്ര ഹാപ്പിയാ? അത്ര ഹാപ്പിയാ. കാരണം ഞാൻ പറഞ്ഞു അടുത്ത മാസം മുതൽ സാലറി ഇല്ല. ഞാൻ പറഞ്ഞ സാലറി അങ്ങനെ വേണമെന്നൊന്നുമില്ല എനിക്ക്. ഞാൻ വെറുതെ. ഓക്കെ, അടുത്ത ആള് ആദില് പറഞ്ഞോ? വക്കീലവിടെ? വക്കീലൊന്നും വരാണ്ട് ഒരു മാസം ബ്രേക്ക് എടുത്തല്ലേ? വക്കീലിന്റെ പരിപാടി അറിയോ? വക്കീൽ ഒരു മാസം ബ്രേക്ക് എടുത്ത്, വലിയൊരു ബ്രേക്ക്. ചങ്ങായിക്ക് വേറെ പണിയൊന്നും ഇല്ലാന്ന് തോന്നിപ്പോ. വാ അടുത്താൾ വാ ഇരി. എടാ അത് സ്പാം ചെയ്യല്ലടാ, മുണ്ടാണ്ടിക്കടാ. ഞാൻ ലൈവ് നിർത്തി പോകാനാണ് നിങ്ങളെ ആഗ്രഹം, അല്ലെങ്കിൽ അത് സ്പാം ചെയ്യാണ്ട് നിൽക്ക്. ഓക്കെ, എന്ത് വാ വാ പറ, കഥ പറ. ഇതെന്താ ബുദ്ധിങ്ങിട്ടിരിക്കുന്ന ഇവിടെ ബോണ്ട ബുദ്ധിങ്ങിയ പോലെ? കഥ പറയാ മോനെ. എന്തേ അത് വായിക്കാൻ പറ്റില്ല? ഇല്ല അത് വായിക്കരുത്. പ്രത്യേകത എന്നല്ല, അത് വായിക്കണ്ട. എന്റെ സ്റ്റോറി എല്ലാവർക്കും ഇടാ, എന്റെ സ്റ്റോറി അറിയാത്ത ആരും ഇല്ല ഇടാ. ഓക്കെ, ബ്രേക്കപ്പ് സ്റ്റോറി ഒന്നും ചോദിക്കരുത് മോനെ. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇതിനെ കുറിച്ച് നിങ്ങൾ ചോദിക്കരുത്. ഓക്കെ, അതിനെ കുറിച്ച് നിങ്ങൾ ചോദിക്കരുത്. അത് വളരെ വളരെ മോശമാണ്. ഞാൻ നിങ്ങളോട് ആദ്യം മുതൽ പറയുന്ന കാര്യം. അത് പറയാന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ തമ്മിൽ കുറെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു, അടികൾ ഉണ്ടായിരുന്നു. സാധാ എല്ലാ റിലേഷൻഷിപ്പിലും വരുന്ന പോലെ കുറെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും. എല്ലാ ഇതിൽ കല്യാണം കഴിച്ചാലും ഉണ്ടാവും, ഗേൾ ഫ്രണ്ട് ബോയ് ഫ്രണ്ട് ഇതിലും ഉണ്ടാവും, എല്ലാത്തിലും ഉണ്ടാവും. ബ്രേക്കപ്പായി, അത്രേ ഉള്ളൂ. അതിലൊന്നും എനിക്ക് അതിന്റെ അപ്പുറത്തേക്ക് ഒന്നും എനിക്ക് പറയാനില്ല. ഓക്കെ, അത് വളരെ നിങ്ങളോട് ഞാൻ പറഞ്ഞ കാര്യമാണ്. ഇതിനെക്കുറിച്ച് ചോദിക്കരുത്, ഇങ്ങനത്തെ കാര്യങ്ങൾ സംസാരിക്കരുത് ഞാൻ പറഞ്ഞ കാര്യം. ഞാൻ വളരെ കുറച്ച് കാര്യങ്ങളെ സംസാരിക്കരുത് എന്ന് പറഞ്ഞുള്ളൂ നിങ്ങളോട്. അത് തന്നെ ഇവിടെ വന്നിട്ട് സ്പാം ചെയ്യുന്ന കാര്യം പറയാലോ. അത് പറ, റാമുവിന്റെ കഥ പറ. ഞാൻ എൻ്റെ സ്ഥലം എന്ന് പറഞ്ഞാൽ തിരുവനന്തപുരമാണ് എൻ്റെ നാട്. ഞാൻ ഇവിടെ വന്നിട്ട് ഏകദേശം ഇപ്പോൾ 1 വർഷം ആവാറായി. പിന്നെ ഞാൻ പഠിച്ചത് +2 കഴിഞ്ഞിട്ട് പിന്നെ ഡിപ്ലോമ കമ്പ്യൂട്ടർ സയൻസ്, ഫയർ ആൻഡ് സേഫ്റ്റി, അതൊക്കെയാണ് ഞാൻ പഠിച്ചത്. പിന്നെന്തോന്നു പൊറോട്ട മടക്കി പിടിച്ചൊരു ഒരു ചുരുട്ടി പിടിച്ചോടെ പൊറോട്ട ഇങ്ങോട്ട്. ഇവിടെ എത്തിപ്പെട്ട സാഹചര്യമാണെന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ ഞാൻ ഇപ്പോൾ വീട്ടിലെ കാര്യം പറയണമെന്നുണ്ടെങ്കിൽ, വീട്ടിലിപ്പോൾ ഉള്ളതെന്ന് പറഞ്ഞാൽ അച്ഛന്, അമ്മ, ചേട്ടൻ, ഇവരാണ് എൻ്റെ വീട്ടിലുള്ളത്. അതിലെന്ന് പറയുമ്പോഴത്തേക്ക് ആദ്യമായിട്ട് ഞാൻ ഇപ്പം എന്നെ കുറിച്ച് പറയുമ്പം, എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് വേറെ ആരുമില്ല. ഞാനെന്ന് പറഞ്ഞാൽ എൻ്റെ ഇവിടെ നിയാദിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞിട്ട്, എനിക്ക് എൻ്റെ വീട്ടിൽ ഞാനെന്ന് പറഞ്ഞാൽ അഡോപ്റ്റഡ് ചൈൽഡാണ്.
എന്നെ എടുത്തു വളർത്തിയതാണ്, കൊച്ചിൽ എന്നെ എടുത്തു വളർത്തിയതാണ്. ഞാൻ ഇതറിയണ എൻ്റെ ഒരു 24-ാമത്തെ വയസ്സ്, 24 അല്ല, ഒരു 23 വയസ്സായ സമയത്താണ് ഞാൻ ഇത് അറിയണത്. ഒരു 3 വർഷം മുമ്പ് ആ സമയത്താണ് ഞാൻ ഇത് അറിയണത്, ഈ ഒരു കാര്യം അറിയണത്. പിന്നെ ഞാൻ എന്തോന്നു ആ സമയത്ത് ഞാൻ അറിയേണ്ട സാഹചര്യം എന്ന് പറഞ്ഞാൽ ഞാൻ 23 വയസ്സൊക്കെ ആയപ്പോഴത്തേക്ക് എന്തൊക്കെയോ ഞാൻ ഇങ്ങനെ ബിസിനസ് കാര്യങ്ങളൊക്കെ ചെയ്തു. നിങ്ങൾക്ക് ഇത് ആർക്കും അറിയില്ലായിരുന്നല്ലോ. ഞാൻ ഇവിടെ അഡോപ്റ്റഡ് നിങ്ങൾക്ക് അറിയാം. എന്നോട് പറഞ്ഞോ? നിങ്ങൾ രണ്ടുപേരും ഉണ്ടായിരുന്ന ആ ഒരു സമയത്ത് ഞാൻ പറഞ്ഞ, വേറെ ആർക്കും ഞാൻ ഇവിടെ ഇതുവരെ പറഞ്ഞിട്ടില്ല, വേറെ ആർക്കും ഇത് അറിഞ്ഞുകൂടാ. അങ്ങനെ ഒരു 23 വയസ്സ് ആ ഒരു പ്രായമുള്ള സമയത്താണ് ഞാൻ അറിയണത്. കൊച്ചിലോട്ട് ഇതിനു മുമ്പേ അറിഞ്ഞിരുന്നെങ്കിൽ അതിനനുസരിച്ച് വളർന്നു വരായിരുന്നു. അപ്പം പെട്ടെന്ന് പിന്നെ ആ ഒരു സമയത്ത് അറിഞ്ഞപ്പോഴത്തേക്ക് അത്രയും നാൾ നമ്മൾ എന്തോന്ന് അച്ഛൻ അമ്മ ഇല്ലെങ്കിൽ വീട്ടുകാർ ബന്ധുക്കൾ എല്ലാവരും വിളിച്ചുകൊണ്ടിരുന്നത് പെട്ടെന്നൊരു സിറ്റുവേഷനിൽ അവരൊന്നും നമ്മളെ ആരും അല്ലെന്ന് അറിഞ്ഞപ്പോഴത്തേക്ക് ആ ഒരു ഡിപ്രഷൻ സ്റ്റേജിലോട്ടായി പോയി. 1 വർഷം ഞാൻ ഇത് അറിഞ്ഞതിന് ശേഷം 1 വർഷം ഞാൻ വീട്ടിൽ തന്നെ ഇരുന്നു. പുറത്തു പോയിട്ട് കൂട്ടുകാരന്മാരെ അല്ലെങ്കിൽ പിന്നെ നാട്ടുകാരെ ഒന്നും ഫേസ് ചെയ്യാനൊക്കെ എനിക്ക് ഭയങ്കര മടിയൊക്കെ ആയിരുന്നു. ഞാൻ വീട്ടിൽ തന്നെ ആയിരുന്നു. അതിനുശേഷം പിന്നെ ഇത് മാറാൻ വേണ്ടിയിട്ടെന്നല്ല, അത്രയും ഞാൻ പിന്നെ കുറേ പേര് ഇങ്ങനെ എല്ലാവരും നോട്ടോ ഒരുമാതിരി കളിയാക്കൾ അങ്ങനെയൊക്കെയുള്ള നോട്ടമൊക്കെ കുറേ പേരുണ്ടായിരുന്നു. കുറേ കുടുംബക്കാരൊക്കെ സത്യം പറഞ്ഞാൽ ഞാൻ ഈ 23 വർഷം ഞാൻ ഇത് അറിയണത് വരെ എന്നെ ആരും സങ്കടപ്പെടുത്തിയിട്ടോ അല്ലെങ്കിൽ ഇത് ഞാൻ അറിഞ്ഞിട്ടില്ല. എന്നെ അത്രയും ഇതായിട്ടാണ് എൻ്റെ വീട്ടുകാർ അവർ നോക്കിയത്. വീട്ടിൽ അവർക്ക് സ്വന്തമായിട്ട് മൂത്ത മോനുണ്ട്, എൻ്റെ ഒരു ചേട്ടനുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് എന്നെ എടുത്ത് വളർത്തിയത്. എന്നെ കൊച്ചിൽ എനിക്ക് ഇതൊന്നും അറിഞ്ഞുകൂടായിരുന്നു. ഞാൻ ഒരു സിറ്റുവേഷൻ എത്തിയപ്പോഴാണ് ഞാൻ ഇതൊക്കെ മനസ്സിലാക്കിയത്. പിന്നെ അതിനുശേഷം അതിനുശേഷം ഞാൻ പുറത്തോട്ട് പോയി. ഇതെല്ലാം മറക്കാൻ വേണ്ടിയിട്ട് ആ ഒരു ഇതിന് വേണ്ടിയിട്ട് ഇവരെന്നെ പുറത്തോട്ട് വിട്ട്, ദുബായിലോട്ട് വിട്ട്. അവിടെ പോയി നിന്നിട്ടും ജോലിക്ക് പോയിട്ട് എന്നെ കൊണ്ട് അവിടെ ജോലി ചെയ്യാനൊന്നും പറ്റിയില്ല. ഈ ഒരു ഡിപ്രഷൻ അടിച്ചിട്ടുള്ള ഒരു ഇതുകൊണ്ട് ഞാൻ 1 വർഷം കഴിഞ്ഞപ്പോഴത്തേക്ക് തിരിച്ചു വന്നിട്ട് വീട്ടിൽ നിൽക്കാനും എന്നെ കൊണ്ട് പറ്റിയില്ല. എനിക്ക് വീട്ടിൽ നിൽക്കണമെന്നുണ്ടായിരുന്നു, പക്ഷെ വീട്ടിൽ നിൽക്കാനും എന്നെ കൊണ്ട് പറ്റിയില്ല. എല്ലാവരെയും കാണുമ്പോൾ ഒരാൾക്കാർ ഫ്രണ്ടിൽ കൂടെ ഇങ്ങനെ നമ്മളെ നോക്കി നടന്ന് വെറുതെ ചിരിക്കണമായിരിക്കും. അത്രയും നാൾ ചിരിച്ച കണക്ക് ചിരിക്കുമ്പോഴായിരിക്കും. പക്ഷേ പിന്നെ ആയപ്പോഴത്തേക്ക് ആ ചിരിയൊക്കെ വേറൊരു രീതിയിൽ കളിയാക്കി ചിരിക്കുന്നതാണോ എന്നൊക്കെ ഉള്ളൊരു തോന്നൽ, അങ്ങനെയൊക്കെ ഒരു സാധനം വരാൻ തുടങ്ങി. പിന്നെ എന്ത് ചെയ്യണമെന്ന് പിന്നെ വേറെ അറിഞ്ഞുകൂടായിരുന്നു. എന്താണ് അങ്ങനെ അറിഞ്ഞുകൂടായിരുന്നു. പിന്നെ വീട്ടിൽ നിൽക്കാൻ പറ്റിയില്ല. വീട്ടിൽ നിൽക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷനിലാണ് ഞാൻ പിന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഞാൻ ഇത് കണക്ക് ജോലി നോക്കിയിട്ട് എനിക്ക് ആദ്യമൊന്നും നാട്ടിൽ നിൽക്കാൻ പറ്റില്ല. തിരുവനന്തപുരത്ത് എനിക്ക് നിൽക്കേണ്ട എന്നുള്ളൊരു സിറ്റുവേഷനിൽ തന്നെ ഞാൻ എത്തിയത്. നാട്ടിൽ നിൽക്കേണ്ട, വേറെ എവിടെയെങ്കിലും നിൽക്കണമെന്നുള്ള ഒരു ഇതിൽ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് അവിടെ നേരെ ഞാൻ ആരടുത്തും പറഞ്ഞില്ല. ഞാൻ തിരിച്ച് പുറത്തോട്ട് തന്നെ പോകണം എന്നുള്ള ഇതിൽ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഒരു 6 മാസം ഞാൻ കോയമ്പത്തൂർ വണ്ടി ഓടിക്കാൻ പോയി, ടാക്സി ഓടിക്കാൻ പോയി. 6 മാസം ഞാൻ ടാക്സി ഓടിക്കാൻ പോയി. വേറെ വരുമാനമൊന്നുമില്ല വീട്ടിൽ നിന്ന്. പിന്നെ ചോദിക്കാൻ പറ്റൂലെന്നല്ല, ചോദിച്ചാൽ തരും, പക്ഷെ എല്ലാവരും ചോദിക്കാനൊക്കെ ഒരു മടി. അങ്ങനെ 6 മാസം ഞാൻ കോയമ്പത്തൂർ വണ്ടി ഓടിച്ചെന്ന് പറഞ്ഞാൽ ടാക്സി ഓടിച്ച് വാടകയ്ക്ക് ഒരു ടാക്സി ഓണറിൽ നിന്ന് ഒരു ടാക്സി റെന്റിനെടുത്ത് അത് ഓടിച്ച് രാത്രി അതിൽ തന്നെ കിടന്നുറങ്ങും, രാവിലെ എഴുന്നേക്കും, വീണ്ടും അതിൽ തന്നെ കിടന്നുറങ്ങും. അങ്ങനെ ഒരു 6 മാസം പോയി, മാക്സിമം പോയി പിടിച്ചു നിന്ന്. എന്നിട്ടും പിന്നെ പറ്റാത്തൊരു സിറ്റുവേഷൻ വന്നപ്പോഴത്തേക്കാണ് ഞാൻ ഇങ്ങനെ അവസാനം ഞാൻ ഇവിടെ എത്തി പറഞ്ഞത്. ഇവിടെ എത്തി പറഞ്ഞതെന്ന് പറഞ്ഞാൽ ആരൊക്കെയോ ഭാഗ്യം കൊണ്ട് ഞാൻ ഇവൻ്റെ അടുത്ത് എത്തിപ്പെട്ടു. ഞാൻ ഇവിടെ ഫസ്റ്റ് പറഞ്ഞത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ഞാൻ വന്ന സമയത്ത് അത് നമ്മൾ 4 പേരാണ് ഉണ്ടായിരുന്നത്. ഞാൻ ഇവിടെ ഫസ്റ്റ് പറഞ്ഞ സമയത്ത് ഞാൻ ഒരു ജോഡി ഡ്രസ്സ് എന്ന് പറഞ്ഞാൽ എൻ്റെ വേറെ ഒന്നുമില്ല. എൻ്റെ അങ്ങനെ വേറെ പൈസയൊന്നുമില്ല. ഞാൻ വന്ന സമയത്ത് ഒരു ജോഡി, ഒരു പാൻറ്റ്, ഒരു ഷർട്ട്, ആ ഇത് ഇട്ടുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. പിന്നെ എൻ്റെ ഒരു ടീഷർട്ട്, ഇതും കൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് പറഞ്ഞത്. ഇങ്ങോട്ട് വന്ന് പിന്നെ ഇവിടെ വന്നതിന് ശേഷം സത്യം പറഞ്ഞാൽ എനിക്ക് ഓക്കെ. എല്ലാവരും കുറേ നാളുകൊണ്ട് ചോദിച്ചു എന്ത് ഡിപ്രഷൻ, എന്താണ് കാര്യം, എന്താണ് ഇതൊക്കെ ചോദിച്ചു. ഞാൻ 1 മാസം മുമ്പ് വീട്ടിൽ പോയിരുന്നു, ഓർമ്മയുണ്ടോ? ഞാൻ 1 മാസം മുമ്പ് വീട്ടിൽ പോയിരുന്നു. വീട്ടിൽ പോയപ്പോഴത്തേക്ക് എനിക്കറിയാമെന്നുള്ള അത്രയ്ക്ക് വേണ്ടപ്പെട്ട ഒരാൾ തന്നെ, പക്ഷേ എന്തോന്ന് എനിക്ക് അത്രയ്ക്ക് അറിയാമെന്നുള്ള ഒരാൾ തന്നെ. അപ്പം ഞാൻ ജസ്റ്റ് അവിടെ അയാളെ കണ്ട് സംസാരിച്ചിട്ട് ഞാൻ അങ്ങോട്ട് പോയപ്പോഴത്തേക്ക് അയാൾ എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ അടുത്ത് ഇതേന്നൊക്കെ പറഞ്ഞ് എന്തോന്ന് തന്നേം തള്ളയൊന്നും ഇല്ലാത്ത ഇവ അതീ കിടന്ന് എന്തോന്ന് കാണിക്കണേ, മനസ്സിലായി? ഇത് കാണിക്കുമ്പോഴും അവനൊരു ഇത് തോന്നൂലേ ഇവ ഒറ്റയ്ക്കാണെന്നുള്ളൊരിത് കോമാളിത്തരം കിടന്ന് കാണിക്കും, മനസ്സിലായ? അങ്ങനെ ഒരു സാധനം എനിക്ക് അത്രയ്ക്ക് വേണ്ടപ്പെട്ട ഒരാളായിരുന്നു. അയാൾ പറയണ ഒരു കാര്യം ഞാൻ കേട്ടിന്.
അതിനുശേഷം എനിക്ക് അത്രയ്ക്ക് വേണ്ടപ്പെട്ട ഒരാൾ ഇത് പറഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് പിന്നെ വേറെ ഒന്നും എനിക്ക് പറയാനും പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഇത്രയും നാൾ ഞാൻ ഒരു ഇത് ചെയ്യുന്നത്. എനിക്ക് രാത്രി ഉറങ്ങണതിൻ്റെ എനിക്ക് ഇങ്ങനെയുള്ള ഇതാണ്. പക്ഷെ അന്ന് അയാൾ ചോദിച്ചപ്പോൾ എനിക്ക് അതിന് മറുപടി പറയാൻ പറ്റിയില്ല. ഇത് അയാൾ കാണുമെന്നോ ഇല്ലെങ്കിൽ കാണുമെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. ഇപ്പം അയാളിത് കാണണമെങ്കിൽ എനിക്ക് അയാളുടെ അടുത്ത് പറയാനുള്ളത് ഇതാണ് എൻ്റെ ഫാമിലി, ഈ നിൽക്കണ ഇവരാണ് എൻ്റെ ഫാമിലി. ഞാൻ അങ്ങനെ ഇവിടെ വന്നതാണ്. ഞാൻ ഇവിടെ വന്നത് അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലാണ് ഞാൻ വന്നത്. മനസ്സിലായ ആ ഒരു സിറ്റുവേഷനിലാണ് ഞാൻ ഇവിടെ വന്നത്. നീ അത് വിട്, നമുക്ക് ചില്ല, നമുക്ക് ഫൺ കാര്യങ്ങളൊക്കെ കോമഡി കോമഡി പറ കോമഡി. ഇവിടെ വന്നിട്ട് ഞാൻ മൊത്തം ഹാപ്പിയാണ്. കാരണം ഞാൻ ഇവിടെ വന്നിട്ട് ഞാൻ പറഞ്ഞില്ല, ഞാൻ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ ഇവിടെ വന്നതാണ്. ഞാൻ ഫസ്റ്റ് ഇവിടെ വന്ന് രണ്ട് ദിവസം ഞാൻ വന്ന് ഒരു 2 ദിവസമായപ്പോൾ ഇവന്റെ അടുത്ത് മാത്രമേ ഞാൻ ഇത് പറഞ്ഞിട്ടുള്ളൂ. ഞാൻ വേറെ ആരുടെ അടുത്തും പറഞ്ഞിട്ടില്ല. പിന്നെയാണ് ഷമീർ ഇത് അറിഞ്ഞത്. അപ്പം ഞാൻ ഇവന്റെ അടുത്ത് പറഞ്ഞ്, ഞാൻ അന്ന് ഷമീർ ഇല്ല, ഞാൻ വന്ന് 2 ദിവസമായി. ഞാൻ ഇത് ഇവന്റെ അടുത്ത് പറഞ്ഞ് അത്ര ഇത് ഇവ എന്നെ അപ്പോഴും തന്നെ എനിക്ക് ഡ്രസ്സ് ഞാൻ പറഞ്ഞില്ല, ഈ 2 ഡ്രസ്സും കൊണ്ടാണ് ഞാൻ ഇവിടെ വന്നത്. എനിക്ക് ഡ്രസ്സ് കാര്യങ്ങൾ എനിക്കിവിടെ ഇനി കിട്ടാത്തതായിട്ടൊന്നുമില്ല. എനിക്കിപ്പോൾ കിട്ടാത്തതായിട്ടൊന്നുമില്ല. ഇപ്പം ഞാൻ അത്രയും ഹാപ്പിയാണ്. ബാക്കി എല്ലാം പേരൻസ് ഞാൻ പറയട്ടെ, എന്നെ അവർ എടുത്തു വളർത്തിയതാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഇന്നേ വരെ അവർ ഒരു കുറവും വെച്ചിട്ടില്ല. അവരെന്നെ കാണുന്നത്, എന്നെ നോക്കണേന്ന് പറഞ്ഞാൽ അവർ ആ കുടുംബം തന്നെ, എൻ്റെ അച്ഛൻ്റെ ഫാമിലി ആയാലും അമ്മയുടെ ഫാമിലി ആയാലും വേറെ ആരെയും ഞാൻ പറയൂല. അവരെ കുടുംബം എന്നെ നോക്കണേന്ന് പറഞ്ഞാൽ അത്ര ഇതായിട്ടാണ് നോക്കണം. എൻ്റെ അച്ഛൻ്റെ അനിയനൊക്കെ എന്നൊക്കെ പറഞ്ഞാൽ അവരെ മക്കളെ നോക്കണേയും കാട്ടി സ്നേഹത്തിലാണ് എന്നെ നോക്കിയിട്ടുള്ളത്. എൻ്റെ അച്ഛനും അമ്മയും അതേ കണക്ക് തന്നെ. അവർക്ക് എൻ്റെ ചേട്ടൻ എന്ത് ചെയ്യുമോ അതേ കണക്ക് എനിക്കും അവർ ചെയ്തിട്ടുള്ളൂ. അവൻ എന്ത് ചെയ്യുമോ അതേ കണക്ക് അന്ന് തന്നെ എനിക്കും ചെയ്തിരിക്കും. അല്ലാതെ അവന് മാത്രമായിട്ട് ഒരു സ്പെഷ്യൽ ഇത് അങ്ങനെ ഇതുവരെ ഒരു കൺസിഡറേഷൻ ഒന്നും ഞാൻ കൊടുത്ത് കണ്ടിട്ടില്ല. അതൊരു ഭാഗ്യം. ആ ഒരു ഭാഗ്യമാണ് എനിക്കുള്ളത്, എൻ്റെ അച്ഛനും അമ്മയും. നീ ചിരിച്ചടാ റാമോ, ചിരിക്കടാ. നീ ഒന്ന് ചിരിച്ചാട്ടെ. കൊറേ ആയി ചേട്ടാ, സത്യം നീ ചിരിച്ചിട്ട് നമ്മള് കൊറേ ആയി കണ്ടിട്ട്. നീ ഒന്ന് ചിരിക്കും. നീ പറയാനുള്ളല്ലോ പറഞ്ഞു നിർത്തില്ല, മൈൻഡിനുള്ളിലുള്ളതെല്ലാം പറഞ്ഞു നിർത്തില്ല. എന്നെ ഒന്ന് ചിരിച്ചാ റിലാക്സ് ആവും. ഒന്ന് ചിരിക്കടാ. വിടും അവൻ്റെ ഒരു ദിവസം കൂടി റിക്കവർ ആട്ടെ. ഓക്കെ